ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡിലുള്ള കൺവെർജൻസ് ആണ് ഇതിന്റെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. എഴുതാം കൺവെർജൻസ് ടെസ്റ്റ് ഫോർ improper integrals of first kind. അപ്പം രണ്ട് മൂന്ന് തിയറംസ് ഉണ്ട്, അത് ജസ്റ്റ് എന്താന്ന് നോക്കാം. നെസസറി ഇത് മാത്രം മതി, സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ മതി. നെസസറി ആൻഡ് sufficient condition for the convergence of the improper integral integral a to infinity f of x dx, where f of x is positive for all x greater than or equal to a, is that there exists a positive number m independent of x such that integral a to x f of x dx less than m for all x greater than or equal to a. എന്താണ് കൺവെർജൻസ് ടെസ്റ്റ് ഫോർ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ്. അതായത് a necessary and sufficient condition for the convergence of improper integral a to infinity f of x dx. അതായത് ഇന്റഗ്രൽ a to infinity f of x dx കൺവെർജ് ചെയ്യണമെങ്കിൽ, ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ് നമുക്കറിയാം അല്ലെ, a to infinity എന്നുള്ള ഫോമാണ്. അപ്പൊ ഇവിടെ അല്ലെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ് വരുന്നത്, അപ്പൊ ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. ഈ ഇന്റഗ്രലിന് ഈ f of x എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം for all x greater than or equal to a. അത് അങ്ങനെയുള്ള ഒരു ഇന്റഗ്രൽ കൺവെർജന്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഇന്റഗ്രൽ a to infinity f of x dx less than m. ആ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ലെസ് ദാൻ m ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് എന്ത് പറയാ, ഈ ഇന്റഗ്രൽ a to infinity f of x dx കൺവെർജ് ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇന്റഗ്രൽ a to infinity a to x f of x dx less than or equal to m ആണെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇന്റഗ്രൽ a to infinity f of x dx കൺവെർജസ് എന്നും നമുക്ക് പറയാം. ഇത് രണ്ടുമാണ് നമുക്ക്, ഇതെല്ലാം ആവശ്യമാണ്, പ്രോബ്ലം ചെയ്യാൻ ഇതെല്ലാം ആവശ്യം. അടുത്തൊരു തിയറം ഉണ്ട്. ഈ തിയറംസ് എല്ലാം നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കുക, അത് കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. തിയറം 2 പറയുന്നത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അതായത് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒന്നോ രണ്ടോ എണ്ണത്തിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ കൺവെർജൻസ് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഫങ്ഷൻസ് പറയാണ്. ലെറ്റ് f and g be continuous on closed open interval a infinity, and suppose 0 less than or equal to fx less than or equal to gx for all x greater than or equal to a, then ഒന്നാമത്തെ പറയുന്നത് ഇന്റഗ്രൽ a to infinity f of x dx converges if integral a to infinity g of x dx converges. നോക്കൂ, and second one is integral a to infinity g of x dx diverges if integral a to infinity f of x dx diverges. എന്താ പറയുന്നത്? രണ്ട് ഫങ്ഷൻസ് ആണ് എഫും ജിയും, രണ്ടും കണ്ടിന്യൂസ് ആണ് a ഇൻഫിനിറ്റിയിൽ. ആൻഡ് അത് തമ്മിലുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. രണ്ടും സീറോ ഫംഗ്ഷൻ സീറോനേക്കാൾ കൂടുതലാണ് അതിന്റെ വാല്യൂസ്, എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെ വാല്യൂസ്. ആൻഡ് ഓൾസോ എഫ് ഓഫ് എക്സ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴും ജി ഓഫ് എക്സിന്റെ വാല്യൂവിനേക്കാൾ കുറവാണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ്. ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ്. ഇത് കൺവെർജ് ചെയ്യണമെങ്കിൽ എപ്പോഴാണ് കൺവെർജ് ചെയ്യുക? ഇഫ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ്. ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവെർജ് ചെയ്യുമെങ്കിൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഓൾസോ കൺവെർജസ്. ആൻഡ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ഡൈവർജസ് ഇഫ്. വലിയ ഇന്റഗ്രൽ ഡൈവർജ് ചെയ്യണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ ഇന്റഗ്രലും ഡൈവർജ് ചെയ്യണം. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്താണ് പറയുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ വലിയ ഫംഗ്ഷന്റെ ഇന്റഗ്രല് കൺവെർജ് ചെയ്യുമെങ്കിൽ ചെറിയ ഫംഗ്ഷന്റെ ഇന്റഗ്രലും കൺവെർജ് ചെയ്യും. ചെറിയ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഡൈവർജ് ചെയ്യുമെങ്കിൽ വലിയ ഫംഗ്ഷന്റെ ഇന്റഗ്രലും ഡൈവർജ് ചെയ്യും. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത് ഒന്ന് ഓർമ്മിക്കാം. ഓക്കെ, ഈ റിസൾട്ട് നമുക്ക് വേറെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ അങ്ങനെയുള്ള 2-3 തിയറംസ് ആണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് മാത്രം ആലോചിച്ച് വെക്കാം, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ. ഇനി അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോഷ്യന്റ് ടെസ്റ്റ് ആണ്. കോഷ്യന്റ് ടെസ്റ്റ് അത് പറയുന്നത് എന്ന് വെച്ചാൽ ലെറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് ലെറ്റ് ലിമിറ്റ് x tends to infinity f of x by g of x. Limit x tends to infinity f of x by g of x equal to a. ഇങ്ങനെയാണ് വരിക. എന്താണ്? f of x greater than or equal to 0 ആണ്, g of x greater than or equal to 0 ആണ്. Limit x tends to infinity f of x by g of x equal to a ആണെന്ന് വിചാരിക്കുക. Then if capital A is a non-zero finite number, capital A is a non-zero finite number, that is if A not equal to 0 and A not equal to infinity. ഈ രണ്ട് കേസും വരാൻ പാടില്ല. ഈ റേഷ്യോ എന്ന് പറയുന്നത് 0യും വരാൻ പറ്റില്ല, ഇൻഫിനിറ്റിയും വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ then integral A to infinity f of x dx and integral A to infinity g of x dx converge or diverge together. നോക്കൂ, ലിമിറ്റ് x tends to infinity f of x by g of x എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് 0യും വരാൻ പാടില്ല, ഇൻഫിനിറ്റിയും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ a to infinity f of x dx ഉം ഇന്റഗ്രൽ a to infinity g of x dx ഉം കൺവെർജ് ഓർ ഡൈവർജ് ടുഗദർ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത് പറയുന്നത് എന്താന്ന് വെച്ചാല് if a equal to 0 and integral a to infinity g of x dx converges. a 0യും ആവുക, ഇന്റഗ്രൽ a to infinity g of x dx കൺവെർജ് ചെയ്യുമെങ്കിൽ then integral a to infinity f of x dx converges. നോക്കൂ, f of x by g of x ആണ് a എന്ന് പറയുന്നത്. a 0 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, എന്താണ് ഇന്റഗ്രൽ a to infinity g of x dx converges. ഡിനോമിനേറ്റർ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ then ഇന്റഗ്രൽ a to infinity f of x dx converges എന്നാണ് പറയുന്നത്. ന്യൂമറേറ്ററും കൺവെർജ് ചെയ്യും അതിന്റെ ഇന്റഗ്രൽ. ആൻഡ് ഇഫ് a equal to infinity and integral a to infinity g of x dx diverges, then integral a to infinity f of x dx diverges. ഇവിടെ പറയുന്നത് എന്താണ്? a ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ then and integral a to infinity g of x dx ഡൈവർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഏതാണ് ഡിനോമിനേറ്റർ ഡൈവർജ് ചെയ്യുകയാണെങ്കിൽ then numerator also diverges. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്താ പറയുന്നത്? പിന്നെ അതായത് കോഷ്യന്റ് ടെസ്റ്റ് ആണിത്.
രണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫംഗ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇഫ് എ ഇസ് നോൺ സീറോ നമ്പർ ആണെങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സും കൺവെർജ് ഓർ ഡൈവേർജ് ടുഗദർ. അതാണ് ആദ്യം പറയുന്നത്. പിന്നെ എ സീറോ ആവുകയാണെങ്കിൽ ഡിനോമിനേറ്റർ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്റർ ഓൾസോ കൺവെർജസ്. ആൻഡ് ഇഫ് എ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഡിനോമിനേറ്റർ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററും ഡൈവേർജ് ചെയ്യും. ഇത്രയാണ് നമുക്ക് കോഷ്യൻ ടെസ്റ്റ് പറയുന്നത്. പിന്നെ ഇനി ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഓരോ തിയറംസിന്റെ ഈ ഓരോ റിസൾട്ടുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഇന്റഗ്രൽ ടെസ്റ്റ് ആണ്. അതൊരു തിയറം ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ഓരോ തിയറം ആയിട്ട് പറയുന്നു എന്ന് മാത്രം. തിയറം 4 ഇന്റഗ്രൽ ടെസ്റ്റ് ഫോർ സീരീസ്. ഇന്റഗ്രൽ ടെസ്റ്റ് ഫോർ സീരീസ് ഇവിടെ പറയുന്നത് ലെറ്റ് എഫ് ബി എ നോൺ ഇൻക്രീസിംഗ് function, f be a non-increasing function on the closed interval 1 infinity such that fx is greater than or equal to 0 for 1 less than or equal to x less than infinity, then sigma n varies from 1 to infinity f of n converge or diverges according as integral 1 to infinity f of x dx converges or diverges. അപ്പോൾ എന്താ പറയുന്നത്, f ഒരു നോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് ഓൺ 1 ഇൻഫിനിറ്റി. ആൻഡ് ഇൻക്രീസിങ് അല്ല, നോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് സച്ച് ദാറ്റ് f of x is greater than or equal to 0 ആണ് for 1 less than or equal to x less than infinity. Then sigma n varies from 1 to infinity f of x converges. Sigma n varies from 1 to infinity f of n. F of n converges or diverges. മനസ്സിലായോ എന്താണ് സിഗ്മ എൻ വേരീസ് ഫ്രം 1 to infinity f of n converges or diverges. എങ്ങനെയാണ്, അക്കോർഡിംഗ് ആസ് ഈ സംസ് കൺവെർജ് ചെയ്യോ ഡൈവർജ് ചെയ്യോ എന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും, ഇന്റഗ്രൽ 1 to infinity f of x dx converge or diverge together. അതായത് f നോൺ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആവണം. f of x greater than or equal to 0 ആണെങ്കിൽ sigma n equal to 1 to infinity f of n sigma 1 to infinity f of n converge or diverge according as integral 1 to infinity f of x dx converge or diverges. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കൊരു രണ്ട് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇതിന്റെ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ടെസ്റ്റ്, അതായത് ഇപ്പം നമ്മൾ ആദ്യം കുറേ പ്രോബ്ലംസ് ചെയ്തു, അതായത് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡിൽ. അത് നമ്മൾ ഈ തിയറംസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ജസ്റ്റ് അതിന്റെ പ്രിൻസിപ്പിൾ മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഈ റിസൾട്ടുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൺവെർജൻസ് റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. അതിന് വേണ്ടിയാണ് റിസൾട്ട് ഉപയോഗിക്കുന്നത്. ടെസ്റ്റ് ഫോർ കൺവെർജൻസ് the following improper integrals ഒന്നാമത്തെ പറയുന്നത് ഇന്റഗ്രൽ 1 to infinity dx by x into root of x square plus 1. Integral 1 to infinity dx by x into root of x square plus 1. Test for convergence. ഇത് കൺവെർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നെ കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഉള്ളിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കണു, 1/x into root of x square plus 1 എടുക്കാം. ആൻഡ് അപ്പൊ ഇവിടെ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഇവിടെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുക. നിങ്ങൾ കുറച്ചെണ്ണം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് വേണം ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ 1/x എന്ന് എക്സ് സ്ക്വയറിന് എടുക്കാൻ പോവാണ്. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എക്സ് അല്ലേ, അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ.
അപ്പൊ എന്താ വരിക, g of x equal to 1/x² എന്ന് എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പാരിസൺ ടെസ്റ്റിൽ നമ്മൾ f of x by g of x കണ്ടുപിടിക്കുക. f of x by g of x ചെയ്യുമ്പോൾ എന്താ വരിക, 1/x into root of x² plus 1 divided by 1/x² എന്ന് പറയുമ്പോൾ into x² എന്ന് വരും അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു x² divided by x into root of x² plus 1. അപ്പൊ എന്താ വരിക, അപ്പൊ ന്യൂമറേറ്ററിൽ പിന്നെ അപ്പൊ നമുക്ക് എന്താ വരിക, x² x by root of x² plus 1 എന്ന് വരും. ഇനി നമ്മൾക്ക് ഞാൻ ഇതിന്ന് x² റൂട്ട് ഓഫ് x² പുറത്തോട്ട് എടുക്കാൻ പോവാണ്. അതിന് വേണ്ടി ഞാൻ റൂട്ട് ഓഫ് x² ഇൻറ്റു ഇങ്ങനെ എഴുതുക 1 + 1/x². അതായത് ഡിനോമിനേറ്ററിൽ എക്സ് വരത്തക്ക രീതിയിൽ ചെയ്യാം. എന്തിനാന്ന് പറഞ്ഞുതരാം. അത് എക്സ് ബൈ റൂട്ട് ഓഫ് x² എന്താണ്, 1x ആണ്. അപ്പൊ x by x എന്ന് വരും. അപ്പൊ എന്താ വരിക, 1/root of 1 + 1/x². ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അല്ല ഇവിടെ കമ്പാരിസൺ ടെസ്റ്റ് അല്ല, തെറ്റി പറഞ്ഞാണ് കോഷ്യൻ ടെസ്റ്റ്. f of x by g of x എന്ന് എടുക്കുമ്പോൾ കോഷ്യൻ ടെസ്റ്റ് ആണല്ലോ. അപ്പൊ കോഷ്യൻ ടെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ വേറെ ടെസ്റ്റുകൾ വെച്ച് ചെയ്യാം കേട്ടോ. കമ്പാരിസൺ ടെസ്റ്റും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ എടുക്കാൻ പോകുന്നത് കോഷ്യൻ ടെസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് f of x by g of x ചെയ്തത്. അപ്പൊ ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, കോഷ്യൻ ടെസ്റ്റിൽ പറയുന്നത് നമ്മൾ പിന്നെ f of x ഉം g of x ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുക. പിന്നെ ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി f of x by g of x എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആവുകയാണെങ്കിൽ കൺവെർജ് ഓർ ഡൈവർജ് ടുഗദർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 limit x tends to infinity f of x by g of x equal to limit x tends to infinity 1/root of 1 plus 1/x² എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ വരിക, x ഇൻഫിനിറ്റി ആകുമ്പോൾ 1/∞ 0 വരും. അപ്പൊ 1/1 വരും. അപ്പൊ 1 എന്ന് വരും. അപ്പൊ എന്താ പറയുക, ഫൈനൈറ്റ് നമ്പർ ആണ്. ലിമിറ്റ് x tends to infinity f of x by g of x is a finite number ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, so by quotient test ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം by quotient test integral 1 to infinity f of x dx and integral 1 to infinity g of x dx converge or diverge together എന്ന് പറയാം. കൺവെർജ് ഓർ ഡൈവർജ് ടുഗദർ. അപ്പൊ ഇനി ഏതെങ്കിലും ഒന്ന് കൺവെർജ് ചെയ്യുമെന്ന് നോക്കിയാലും മതി. കാരണം ഇതും കൺവെർജ് ചെയ്യും, ഇതും കൺവെർജ് ചെയ്യും നമുക്ക് കിട്ടി. അപ്പൊ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ നമുക്ക് മറ്റേത് g of x ഇന്റഗ്രൽ 1 to infinity g of x dx ചെയ്യാൻ പാടാണ്. അപ്പൊ അതിന് ഇന്റഗ്രൽ 1 to infinity g of x dx എന്താണ്, g of x dx ഈക്വൽ ടു അല്ല, g of x ചെയ്യാൻ എളുപ്പമാണ്, f of x ആണ് പാട് അല്ലേ. ഇന്റഗ്രൽ 1 to infinity 1/x into root of x² plus 1 പിന്നെ കൺവെർജ് ചെയ്യുമോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താലും മതി, ഇന്റഗ്രൽ 1 to infinity g of x dx കൺവെർജ് ചെയ്യുമോ നോക്കിയാലും മതി. ഇന്റഗ്രൽ 1 to infinity g of x dx ഈക്വൽ ടു ഇന്റഗ്രൽ 1 to infinity 1/x² dx ആണ് അല്ലേ. ഇന്റഗ്രൽ 1 to infinity g of x dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to infinity 1/x² dx ആണ്. therefore അപ്പോൾ എന്ത് പറയാം, നമുക്കറിയാം ഇന്റഗ്രൽ 1 to infinity g of x dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to infinity 1/x² dx. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു ഒരു പ്രോബ്ലം, ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡിൽ നമ്മൾ ചെയ്തു. എന്താണ് നമ്മൾ ചെയ്തത്, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇത് പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇന്റഗ്രൽ a to infinity 1/x raised to p dx where p is a constant. P is a constant where p is a constant and a greater than 0. P is a constant and a greater than 0. a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, p എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. a greater than 0 converges if
p greater than 1 and diverges if p less than or equal to 1. p greater than 1 ആണെങ്കിൽ കൺവെർജ് ചെയ്യാം. ഇവിടെ p എന്താണ്? ഹിയർ ഇന്റഗ്രൽ 1 to infinity 1 by x square dx ആണ്. p എന്ന് പറയുന്നത് 2 ആണ്, a എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പൊ p greater than എന്താണ്? 1 ആണ്. therefore എന്ത് പറയാം? and this converges എന്ന് പറയാം. ഈ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ a to infinity ഇത് എഴുതാം. ഇന്റഗ്രൽ a to infinity 1 by x raised to p dx converges if p greater than 1. therefore അല്ലേ? by this we can say that this integral converges. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റഗ്രൽ x to infinity f of x gx എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ആവുകയും ചെയ്യാം. ഡിനോമിനേറ്റർ ഇന്റഗ്രൽ 1 to infinity g of x dx ഡിനോമിനേറ്റർ കൺവെർജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? നമുക്ക് ന്യൂമറേറ്ററും കൺവെർജ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 1 to infinity, ന്യൂമറേറ്റർ എന്നതായിട്ട് പറയല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇന്റഗ്രൽ 1 to infinity f of x dx also converges. അതെന്താണ്? ഇന്റഗ്രൽ 1 to infinity f of x dx എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് നമുക്കത് എഴുതാൻ എന്താണ്? ഇന്റഗ്രൽ 1 to infinity dx by x into root of x square plus 1 converges. ആ കൺവെർജന്റ് വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടില്ല, ടെസ്റ്റ് ഫോർ കൺവെർജൻസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത്രയും എഴുതിയാൽ മതി. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ കുറെ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം ചെയ്ത് നോക്കണം. 4th പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇതില് ടെക്സ്റ്റിലുള്ളതാണ്. 4th പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. 4ാമത്തെ പ്രോബ്ലം ആണ് ടെക്സ്റ്റിലെ. ഇന്റഗ്രൽ 1 to infinity log x by x plus 2 dx. ഇവിടെ നമ്മൾ കോഷ്യൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. നോക്കുക, അത് ചിലപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് നോക്കുക അല്ലെങ്കിൽ വേറെ നോക്കുക, നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കോഷ്യൻ ടെസ്റ്റ് തന്നെയാണ് നമുക്ക് എളുപ്പമായിട്ട് കാണാൻ പറ്റുക. നോക്കാം നമുക്ക്. ഇവിടെ f of x equal to സൊല്യൂഷൻ. ഹിയർ f of x തന്നത് എഴുതുക. എന്താ വെച്ചാൽ log x by x plus 2 ആണ് അല്ലെ? ഇന്റഗ്രന്റിന്റെ ഉള്ളിൽ ഇന്റഗ്രന്റ് ആണ് f of x ആയിട്ട് എടുക്കുക. g of x ഡിനോമിനേറ്റർ വരുന്നത്. g of x നെ നമ്മൾ എങ്ങനെ എടുക്കണം? g of x നെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് നല്ലത്. 1 by ഇവിടെ x plus 2 അല്ലേ? അപ്പൊ നമ്മൾ 1 by x എന്ന് എടുക്കുക g of x നെ. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. ഈ മെത്തേഡ് പറ്റില്ല വെച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും പിന്നെ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. f of x by നമ്മൾ കുറെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ f of x by g of x എന്താ വരിക? log x by x plus 2 divided by 1 by x. അപ്പൊ into x എന്ന് വരും അല്ലെ? അപ്പൊ എന്താ വരിക? into x എന്ന് വരുമ്പോൾ log x by നമ്മളൊക്കെ ഇവിടുന്ന് x പുറത്തോട്ട് എടുക്കും കേട്ടോ. x log x by x into 1 plus 2 by x എന്ന് വരും. അപ്പൊ എന്താ ഇങ്ങനെ വരും? log x by 1 plus 2 by x എന്ന് വരും. അപ്പൊ എന്താ വരിക? ആൻഡ് limit x tends to infinity f of x equal to limit x tends to infinity log x by 1 plus 2 by x എന്ന് വരും. x ഇൻഫിനിറ്റി ആകുമ്പോൾ 2 by infinity 0 വരും. log ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. അപ്പൊ അത് this is equal to infinity എന്ന് വരും. limit x tends to infinity ഇൻഫിനിറ്റി ആണ്. അപ്പൊ എന്ത് പറയാം? നമുക്ക് ഫൈനൈറ്റ് നമ്പർ അല്ല ഇത് അല്ലേ? അപ്പൊ ഫൈനൈറ്റ് നമ്പർ ആണെങ്കിലാണ് കൺവെർജ് ഓർ അങ്ങനെയല്ലേ പറയുന്നത്? എന്താണ് ഒന്നുകൂടെ വായിക്കാം നമുക്ക്. എന്താണ് കോഷ്യൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? പിന്നെ എല്ലാവരും നോക്കൂ, എന്താണ് കോഷ്യൻ ടെസ്റ്റ്? fx greater than or equal to 0 and g of x greater than or equal to 0 and limit x tends to infinity f of x by g of x equal to a. If a is a non-zero number, finite number ആണെങ്കിൽ that is a not equal to 0 or a not equal to infinity, then രണ്ടും integral a to infinity f of x dx and integral a to infinity
g of x dx converge or diverge together. a equal to infinity ആവുകയാണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ ഇന്റഗ്രൽ ഡൈവർജ് ചെയ്യുമെങ്കിൽ ന്യൂമറേറ്ററിന്റെ ഇന്റഗ്രൽ ഡൈവർജ് ചെയ്യും. അപ്പോൾ എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി and integral a to infinity g of x dx. ഇതെന്താ ചെയ്തത് നമ്മൾ ഇന്റഗ്രൽ x tends to infinity f of x എന്താ കിട്ടിയത് നമുക്ക് ഇൻഫിനിറ്റി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക പറയൂ. അപ്പം ബൈ കോഷ്യൻ ടെസ്റ്റ് integral 1 to infinity g of x എന്നുണ്ട് കേട്ടോ അവിടെ. ലിമിറ്റ് x tends to infinity f of x by g of x ഇൻഫിനിറ്റി വരണേ. അപ്പോൾ therefore by quotient test integral 1 to infinity f of x dx diverges, അങ്ങനെയല്ലേ പറയുന്നത് quotient ടെസ്റ്റിൽ. ഡൈവർജ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ a to infinity g of x dx diverges, then integral a to infinity f of x dx diverges. അപ്പോൾ ബൈ quotient test ഇന്റഗ്രൽ 1 to infinity f of x dx ഡൈവർജ് ചെയ്യണമെങ്കിൽ if എന്ത് വേണം? ഇന്റഗ്രൽ 1 to infinity ഡിനോമിനേറ്റർ ഡൈവർജ് ചെയ്യണം. g of x dx ഡൈവർജസ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ 1 to infinity g of x dx ചെയ്ത് നോക്കുക. ഈക്വൽ ടു ഇന്റഗ്രൽ 1 to infinity 1 by x dx എന്ന് വരും. 1 by x dx എന്ന് വരും. ദാറ്റ് ഈസ് log x ആണ് 1 by x എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അല്ലേ 1 to infinity ആണ്. log infinity മൈനസ് log 1 ആണ്. log 1 0 ആണ്. log infinity ഇൻഫിനിറ്റി ആണ്. ഡൈവർജ് ചെയ്യാതെ അല്ലേ ഇന്റഗ്രൽ 1 to infinity. therefore എന്ത് പറയാം നമുക്ക്? ഇന്റഗ്രൽ 1 to infinity g of x dx ഡൈവർജ് ചെയ്യും. ഡൈവർജസ്. ഹെൻസ് എന്ത് പറയാം നമുക്ക്? therefore ഇന്റഗ്രൽ 1 to infinity f of x dx also diverges. ഇനി വേണമെങ്കിൽ നമുക്ക് അത് എഴുതാതെ എടുത്തെഴുതാം. ഇന്റഗ്രൽ 1 to infinity f of x എന്താ നമുക്ക് എടുത്തെഴുതാം? log x by x plus 2 dx diverges. Okay.